നടക്കേണ്ടതുകൊണ്ട് സമയത്തിന് പരിധി നമ്മുടെ മുമ്പിലുണ്ട്. വേണ്ടി എൻ്റെ മക്കൾക്കൊക്കെ ആണ് കുറിച്ച് ഞാൻ ആഗ്രഹിക്കുകയാണ്. 58ാമത്തെ സംഗീതമാണ് നമ്മുടെ സന്ധ്യയ്ക്ക് വേണ്ടി നമ്മളിൽ നിന്ന് ഇവിടെ വായിച്ചത്. ദാവീദ് തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പാടിയ സങ്കീർത്തനങ്ങളാണ് 57, 88. 57 തലക്കത്ത് വായിക്കപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതിന്റെ കണ്ടിന്യൂഷനാണ് 58. ഇവിടെ തന്നെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്നാം വാക്യം നമുക്ക് പ്രാർത്ഥിക്കുന്നു വായിക്കാം. നമ്മളെ ചോദിക്കുമ്പോൾ ഇംഗ്ലീഷിലുള്ള വാക്യം വായിക്കുമ്പോൾ കൊടുത്തിട്ടുണ്ട്. യു കോൺഗ്രിഗേഷൻ സഭയെ ന്യായാധിപ സഭയെ നോക്കിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ദാവീദിനെ ഒരു രാജ്യദ്രോഹികളായി സ്ഥാനിച്ചുകൊണ്ട് ഇവനെ കുറ്റം വിധിക്കാനായിട്ട് രാജാവിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായി. ഈ ഗ്രൂപ്പ് എല്ലാവരും കൂടെ കൂടി ന്യായമായിട്ടല്ല അവർ വിധിക്കുന്നത്. അവർ പറഞ്ഞു പറയുന്നതാണ് ദേവന്മാരെ വാസ്തവമായി സാധിക്കുന്നത്. അതിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രസ്ബിറ്ററി അഥവാ നിങ്ങളുടെ കമ്മിറ്റി, നിങ്ങളുടെ കൗൺസിൽ, നിങ്ങളുടെ ന്യായാധിപ സഭ കൂടി ന്യായമായിട്ടാണോ ഈ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യില്ല. ഇതാണ് എന്നോട് ചോദിക്കുന്നത്. അടുത്ത വാക്യത്തിൽ നിങ്ങളുടെ വിധി പരമാർത്ഥമാണോ? അതിന്റെ ആ താഴോട്ടുള്ള ഭാഗങ്ങൾ ഞാൻ ഇടഭാഗം പെട്ടെന്ന് പോവുകയാണ്. ഈ ഭൂമിയിൽ വിധിക്കുന്ന വിധി നീതിയുള്ളതല്ല, ന്യായമുള്ളതല്ല. പരമാർത്ഥതയില്ലാത്തൊരു വിധി വിധിച്ച് ദാവീദിനെ ഒരു കുറ്റക്കാരനായി കണ്ടുകൊണ്ട് തന്നെ ശിക്ഷ വിധിക്കാൻ പദ്ധതി ഇടുന്നവരെ നോക്കിക്കൊണ്ട് താൻ അവരെ അഭിസംബോധന പറയുന്നതാണ് നിങ്ങളുടെ വിധി ന്യായമല്ല. എന്നാൽ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ താൻ പറയുന്ന ഒരു വാക്കുണ്ട്. 11ാം വാക്യം വായിച്ചോളൂ. അവരോട് പറയുന്നതാണ്, നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്ക് സ്വാധീനമുണ്ട്, നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്. നിങ്ങൾ വിധിക്കുന്ന വിധി ഒരുപക്ഷെ നടപ്പിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞേക്കാം. ഭൂമിയിലെ നിങ്ങളുടെ അധികാരമുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നീതിമാന് പ്രതിഫലമുണ്ട്. അടുത്ത ഭൂമിയിൽ പറയുകയാണ്, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന വളരെ ന്യായമല്ല, പക്ഷെങ്കിൽ സത്യം തിരിച്ചറിയണം, ന്യായം വിധിക്കുന്ന ദൈവമുണ്ട്. ഈ ഉറപ്പാണ് തന്റെ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് നയിച്ചത്. എന്നാൽ അതിൽ നിന്ന് ഒരു ചെറിയ ഭാഗം മാത്രം അടർത്തിയെടുത്ത് എന്റെ വാക്കൾക്ക് വിരാമം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. 11ാം വാക്യത്തിന്റെ പ്രാരംഭത്തിൽ നമ്മൾ വായിച്ച ഭാഗത്തേക്ക് കടന്നു വരാം. ആകയാൽ നീതിമാന് പ്രതിഫലം ഉണ്ട് നിശ്ചയം. വളരെ ഉറപ്പ് ദൈവങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തെ സേവിക്കുന്ന നീതിമാന് പ്രതിഫലം ഉണ്ട് നിശ്ചയം. ഉറപ്പുള്ള കാര്യം. നമ്മളൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഞാൻ നീതിമാനാണ്. എന്റെ ജീവിതം നീതിയുള്ള ജീവിതമാണോ? അങ്ങനെയെങ്കിൽ എനിക്ക് പ്രതിഫലം ഉണ്ട്, ഉറപ്പാണ്. ഇതുപോലെ ദൈവത്തിന് ഉറപ്പ് പ്രാപിക്കണം. നമുക്ക് പ്രതിഫലം ഉണ്ട് നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവമുണ്ട്. നീതിമാന് പ്രതിഫലം ഉണ്ട്. നീതിമാന്റെ പ്രതിഫലം നിശ്ചയമായ പ്രതിഫലം. എന്നാൽ വേഗത്തിൽ 1-2 ചോദ്യങ്ങൾ, ചിന്തകൾ പറഞ്ഞതിന്റെ വാക്കുകൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ആരാ നീതിമാൻ? നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. പക്ഷെങ്കിൽ നമ്മുടെയൊക്കെ ധാരണയിൽ ആരാ നീതിമാന്മാർ? നമ്മളാരാ? നമ്മളെല്ലാം ആരാ? നീതിമാന്മാരാ. നമ്മൾ പറയത്തില്ല, ഒരു കാലത്ത് ദൈവത്തെ അറിയാതൊരു കാലഘട്ടം നമ്മുടെയൊക്കെ സാക്ഷ്യം. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടി രക്തത്താൽ കഴുകുകയും വിശുദ്ധീകരിച്ച് തന്റെ മകനാക്കി മകളാക്കി ഞാൻ ഇന്നാരാ? നീതിമാനാ. എന്നാൽ നമ്മൾ നമ്മളെ തന്നെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഈ നീതിമാനെന്ന് അഭിമാനിക്കുന്ന നമ്മൾ പറഞ്ഞാൽ പോരാ, ദൈവം സർട്ടിഫൈ ചെയ്യണം നമ്മൾ നീതിമാന്മാരാണോ. യേശു കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ചുങ്കക്കാരന്റെയും പരീശന്റെയും ഒരു സംഭവം ബൊമ്മ പറയുമ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം
18-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ. ഒന്നോടെ വായിച്ച് നമ്മൾ പറഞ്ഞിട്ട് തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന മതി. ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ആ വാക്യം ദൈവമക്കളെല്ലാം ശ്രദ്ധിച്ചു കേട്ടെന്ന് ഞാൻ കരുതുന്നു. തങ്ങൾ നീതിമാന്മാരെന്ന് ഒന്നോട് വായിച്ചുള്ള വാക്യം തന്നെ. തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് യേശു കർത്താവ് പറയുന്ന ഉപമ തുടങ്ങുന്നത് തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് ഒരു ഉപമ പറഞ്ഞു. യേശു കർത്താവ് നീതിമാൻ ആരാണെന്ന് പറയുക. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ ഒരു പരീശൻ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നു. വായിച്ചോളൂ, അടുത്ത ഭാഗം വായിച്ചു. 2 മനുഷ്യർ പ്രാർത്ഥിക്കാൻ വന്നു. ഒരുത്തൻ പരീശൻ. പരീശന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുക. മതി. അങ്ങനെയെങ്കിൽ ഇത്രയും പ്രാർത്ഥനയിൽ താൻ ആരാണെന്ന് താൻ വെളിപ്പെടുത്തുന്നു. ഇനി മറ്റു വാക്ക് ചോദിച്ചോട്ടെ, ഇത്രയും ചെയ്യുന്ന മനുഷ്യൻ ആരാ? നീതിമാന. താൻ പറയുകയാണ്, കുറെ ലിസ്റ്റോടെ പറഞ്ഞല്ലോ. തുടങ്ങിയപ്പോ തന്നെ തന്നോട് തന്നെ ദൈവമേ പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ലായാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഞാൻ പലതും ചെയ്യാതിരിക്കുന്നു. എണ്ണപ്പെട്ട പല പാപങ്ങൾ ചെയ്യാതെ മാറി നിൽക്കുന്ന ഞാൻ ആരാ? നീതിമാനാ. ഇനി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അടുത്തത്. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. അങ്ങനെയെങ്കിൽ താൻ ചെയ്യാത്ത കാര്യങ്ങൾ, ചെയ്യരുതാത്തത് ഞാൻ ചെയ്യാതിരിക്കുന്നു, ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ആരാ? നീതിമാൻ. പലപ്പോഴും നമ്മളും ധരിച്ചു വെച്ചിരിക്കുന്നതൊക്കെയാണ് എന്തൊക്കെയോ ലിസ്റ്റ് അനുസരിച്ച് ആ ലിസ്റ്റിൽപ്പെട്ട പലതിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു. ഞാൻ ഉപവസിക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ നേടുന്നതിലൊക്കെ എന്റെ ജീവിതം ദൈവത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നുണ്ട്. ദൈവമേ, അങ്ങനെയെങ്കിൽ ഞാൻ ആരാ? ഞാൻ നീതിമാനാണ്. അടുത്ത ആ മനുഷ്യന്റെ ചിന്തയോടൊന്ന് കേൾക്കാം. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് മതി. അങ്ങനെയെങ്കിൽ 2 പദം നമ്മളൊന്ന് പറഞ്ഞ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചപ്പോൾ എന്തോ പറഞ്ഞു? അവന് ലിസ്റ്റ് അഴിച്ചിടാൻ ഒരു ഭാണ്ഡക്കെട്ടുമില്ല. അവൻ പറഞ്ഞത് ഒറ്റ വാക്കേ ഉള്ളൂ, ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ. ആ വാക്കിൽ യേശു കർത്താവോട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആരാ നീതിമാനായത്? ചുങ്കക്കാരൻ. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. ഇവൻ വന്നത്, പരീശൻ വന്നത് ഞാൻ നീതിമാനാണ്. കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ച ഇന്നതൊക്കെ ചെയ്തപ്പോൾ ഞാൻ അതൊന്നും ചെയ്യാതെ ഭക്തിയിൽ എന്റെ ജീവിതത്തെ സൂക്ഷിച്ചു. ഞാൻ ഉപവസിച്ചു, പലരും ഉപവസിക്കാനപ്പോൾ ഞാൻ ഉപവസിച്ചു, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു. നീണ്ട ലിസ്റ്റ്. ചുങ്കക്കാരൻ പറയുകയാണ്, എനിക്കൊന്നും പറയാനില്ല, ഞാൻ ആരാ? ഞാൻ പാപിയാ. കർത്താവ് പറഞ്ഞു, നീ പാപിയാണെങ്കിൽ നീ ഇപ്പൊ ആരായി? നീതിമാനായി. മറ്റു മക്കളോട് പറഞ്ഞോട്ടെ, ഇവനെങ്ങനെ നീതിമാനായത്? ഇവൻ ഏറ്റു പറഞ്ഞു. ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞ ഭാഗം മുന്നോട്ട് പോകട്ടെ. പ്രതിഫലം കിട്ടുന്നത് നീതിമാനാണ്. നമ്മുടെ ചിന്തയാണ്. അങ്ങനെയെങ്കിൽ ആർക്കാ പ്രതിഫലം കിട്ടുന്നത്? ഞാൻ ചെയ്തതിന്റെ ലിസ്റ്റിൽ ഊറ്റം കൊണ്ടുകൊണ്ട് ഐ ആം സംതിങ് എന്നുള്ള ധാരണയിൽ നടക്കുന്നവനല്ല നീതിമാൻ. ദൈവമേ, എന്റെ ജീവിതത്തിൽ കുറവുണ്ട്, എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ഏറ്റു പറയുന്നവനാണ് നീതിമാൻ. ഇന്ന് പകൽ നമുക്ക് തിരിച്ചറിയണം, ഒരു നീതിമാനായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റു പറയാൻ തയ്യാറാണ്. പലപ്പോഴും ഈ പരീശന്റെ ഭക്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ കാലത്ത് പലർക്കും ഇല്ലാത്ത ഭക്തിയാണ് ഈ പരീശന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കുറിച്ച് പറയുമ്പോൾ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നവരാണ്,
തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ്. ഭക്തിയുടെ വേഷം എടുത്തണിഞ്ഞുകൊണ്ട് മറ്റുള്ളവർ നോക്കുമ്പോൾ ആരും കണ്ടാൽ പറയും ഇന്നാരെ പോലെ ജീവിക്കുക, ഇതൊരു ഭക്തനാണ്. ചരിത്രം പറയുന്നത് ആ കാലത്ത് പരീശന്മാർ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അമ്മമാർ മക്കളെ വിളിച്ച് മോനെ ഇങ്ങോട്ട് ഓടി വന്നേ, കണ്ടോ തോണ്ടാ പോകുന്ന പരീശനെ കണ്ടോ, മോനും വലുതാകുമ്പോൾ ഇതുപോലെ ആകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭക്തിയുടെ വേഷം കിട്ടുന്നവന് ഭക്തി കാണിച്ചപ്പോൾ അവർ ധരിച്ചു ഇവരാ ഭക്തർ. എന്നാൽ യേശു കർത്താവ് ഇവരുടെ ഉള്ളറ കണ്ടിട്ട് പറയുന്നൊരു ഭാഗം മത്തായി സുവിശേഷത്തിലുണ്ട്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവര് ഇവരുടെ ഒരു ധാരണ ഞങ്ങൾ ഭക്തരാ, ഞങ്ങൾ നീതിമാന്മാരാ. എന്തുകൊണ്ടാ? ഞാൻ ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ വീണ്ടും ആ ഭാഗം ഒന്നുകൂടെ ആവർത്തിച്ചോട്ടെ. ചിലത് ചെയ്യുന്നു, ചിലത് ചെയ്യാതിരിക്കുന്നു. ഇതല്ല ദൈവം നീതിമാനായി കാണുന്നത്. ഒരു മനുഷ്യനാണോ ജീവിതത്തിൽ പാളിച്ചയുണ്ടാകാം, വീഴ്ചയുണ്ടാകാം. ഈ ഭൂമിയിലാണോ പാർക്കുന്നത്, ഈ ഭൂമിയുടേതായ മാലിന്യങ്ങൾ എന്നിലേക്ക് കടന്നു വരാം. എന്നാൽ ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ കർത്താവേ എന്നെ ഒന്ന് കഴുകണമേ, എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപം ഒന്ന് ശുദ്ധീകരിക്കണം കർത്താവേ, ആ നിർമ്മല രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആര് തയ്യാറാകുമോ അവരാണ് നീതിമാന്മാരായി മാറുന്നത്. നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ ദിവസങ്ങളിൽ ഈ ഒരു നീതി എനിക്ക് തരണം. ആ വാക്യം ആരംഭ ഭാഗം ഒന്ന് വായിക്കാമോ? ചിലർ 9-ാം വാക്യം വായിച്ചു. ആ ഭാഗം എല്ലാവരും ശ്രദ്ധിക്കണം. തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് അങ്ങനെയെങ്കിൽ വീണ്ടും ഞാൻ ഭാഗം പറയുന്നു, ഈ ലിസ്റ്റിൽ നമ്മളുണ്ടെങ്കിൽ നമ്മൾ നീതിമാന്മാരല്ല. അവിടെ വായിച്ചു തുടങ്ങിയത് തങ്ങൾ നീതിമാന്മാരെന്ന് അവർ ഭയങ്കര ഉറപ്പാ. ഞാൻ നീതിമാനല്ലേ, പിന്നെ ആരാ നീതിമാൻ? ഉപവസിക്കാത്തവനും ആ ചുങ്കക്കാരൻ അവനെങ്ങനെ നീതിമാനാകുന്നു? എനിക്ക് ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഭക്തിയുണ്ട്, എന്നെ കാണുന്നവൻ ഭക്തനായിട്ട് കാണുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാനാ നീതിമാൻ? അവൻ സ്വയം അങ്ങ് ഉറച്ചു ഞാൻ ആരാ നീതിമാൻ. പക്ഷെ ചുങ്കക്കാരൻ ഒരു കാര്യം മനസ്സിലായി, ഇയാള് പറയുന്നതൊന്നും എന്റെ ലിസ്റ്റിലില്ല. എനിക്ക് ഉപവസിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പതാരം കൊടുക്കാൻ കഴിയുന്നില്ല. ദൈവസന്നിധി വന്നപ്പോൾ തനിക്കൊരു ബോധ്യം വന്നു. ഞാൻ ആ വാക്കുകൾ പറഞ്ഞോട്ടെ. രണ്ടുപേർ തമ്മിലുള്ള വ്യത്യാസം. പരീശന്റെ മനസ്സിലെ ചിന്ത ഐ ആം സംതിങ്. ചുങ്കക്കാരൻ അവിടെ ചെന്നിച്ച് പറഞ്ഞു ഐ ആം നദി. ദൈവസന്നിധി ഇതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഐ ആം സംതിങ് എന്ന് പറഞ്ഞ ദൈവസന്നിധി വന്നാൽ വന്നതുപോലെ മടങ്ങിപ്പോകാം. എന്നാൽ കർത്താവേ ഞാൻ അങ്ങയുടെ മുമ്പാകെ നിൽക്കാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ച് ഒരു വാക്കൊന്ന് ഏറ്റു പറയാൻ തയ്യാറാകാമെങ്കിൽ അവരെ ആ ദൈവം നീതീകരിക്കുന്നത്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്കൊരു നീതിമാന്മാരായി ജീവിക്കാനാണ് വരണമേ. ആ അവസാന ഭാഗത്തെ വാക്കുകളോട് നമുക്കൊന്ന് വായിക്കാം. 14 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതാണ്, അവൻ നീതീകരിക്കപ്പെട്ടവനായി മറ്റവൻ. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ കുറവുകളെ ഏറ്റു പറയുന്നതാണ് നീതി. അവനാണ് നീതിമാൻ. ഇനി ഇങ്ങനെ വിഷയത്തിലേക്ക് ഓടിയെത്തുന്നു. നമ്മൾ വായിച്ചത് നീതിമാന് പ്രതിഫലം ഉണ്ട് നിശ്ചയം. ആർക്ക് പ്രതിഫലം? കുറവുകൾ ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ ഞാൻ ഒന്നുമല്ലെന്ന് സമ്മതിക്കുന്നവനാണ് നീതിമാൻ. ആ നീതിമാന് പ്രതിഫലമുണ്ട്. യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്കും കൂടെ ഞാൻ ഇതോട് ചേർത്ത് ഓർപ്പിക്കാം. 3-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം കൂടെ വായിക്കാമോ? അതല്ലേ 2-ാം വാക്യം. നീതിമാനെ കുറിച്ച് അവന് നന്മ വരുമെന്ന് പറവി അടുത്തോട് വായിച്ചോ. മതി മതി. അവിടെ വായിച്ചത് ഇങ്ങനെയാണല്ലോ, നീതിമാനെ കുറിച്ച് അവന് നന്മ വരുമെന്ന് പറവി, തങ്ങളുടെ പ്രവർത്തികളുടെ ഫലം അവൻ അനുഭവിക്കും. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിച്ച് പറയുന്നു, നമ്മളൊക്കെ അറിയാതെ തെറ്റിദ്ധരിച്ചൊരു വാക്ക് നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമ്മളൊക്കെ ആരാ? അല്ല, ഞാൻ വീണ്ടും പറയുന്നു, ആ നീതിമാനെന്ന് ഞാൻ തോന്നുന്നെങ്കിൽ എന്റെ ഉള്ളിലുള്ളത് പരീശഭക്തിയാണ്. എനിക്കിങ്ങനെ ഏറ്റു പറയാൻ പറ്റുന്നത്, ഞാൻ അങ്ങനെ ഏറ്റു പറയും. ഞാൻ ഭക്തനല്ലേ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? ഉണ്ട്, നല്ലത്. പക്ഷെ നീ പാർക്കുന്നത് ഈ ഭൂമിയിലാണ്.
ചുങ്കക്കാരനെ പോലെ ഒന്ന് ദൈവസന്നിധിയിൽ വന്നിച്ച് പറയാൻ പറ്റുമോ, കർത്താവേ എന്റെ ജീവിതത്തിലെ കുറവുകൾ എന്നോടൊന്ന് ക്ഷമിക്കണം കർത്താവേ എന്ന് പറയുന്നവനാണ് നീതിമാൻ. ആ മനുഷ്യനെ കുറിച്ചാണ് അവിടെ നമ്മൾ വായിച്ചത്. നീതിമാനെ കുറിച്ച് അവന് നന്മ വരുമെന്ന് പറവീൻ, തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവൻ അനുഭവിക്കും. നീതിമാനല്ലാത്തവൻ അഥവാ ദുഷ്ടൻ, വായിച്ചോളൂ. ദുഷ്ടന് അയ്യോ കഷ്ടം, അവന്റെ പ്രവൃത്തികളുടെ ഫലം അവനും അനുഭവിക്കും. നീതിമാന്റെ പ്രവൃത്തിയുടെ ഫലം കിട്ടുമ്പോൾ നീതിമാനല്ലാത്തവൻ അഥവാ ദുഷ്ടന് അവന്റെ പ്രവൃത്തികളുടെ ഫലം അവനും അനുഭവിക്കും. അങ്ങനെയെങ്കിൽ ഈ ദിവസം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും, കർത്താവേ സ്വയം ഉറച്ച് നീതിമാനെന്ന് ജീവിക്കുന്ന നീതിമാനല്ല ഞാൻ, ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് കർത്തൃക്കരങ്ങൾ കേൾപ്പിച്ചു കൊടുത്ത് ഒരു നീതിമാനായി ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവത്തോട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ സഹായിക്കും. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. നീതിമാനെന്ന് ധരിച്ച് ചിലതൊക്കെ ചെയ്യുന്ന പലരുമുണ്ട്. ഇവർക്ക് സ്വർഗത്തിൽ പ്രതിഫലമില്ല. യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങൾ പ്രാരംഭത്തിൽ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് അവിടെ ഒന്ന് രണ്ട് ചിന്തകൾ വേഗത്തിൽ നമുക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യേശു കർത്താവ് പറഞ്ഞ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. യേശുവിന്റെ അടുക്കൽ വന്നേച്ച നീതിമാന്മാർ എന്ന് പറഞ്ഞ ചിലർ കർത്താവിനോട് പറയുന്ന ചില വാക്കുകളുണ്ട്. 7-ാം അധ്യായം 20-ാമത്തെ വാക്യം എന്ന് വെച്ചു. അവിടെ ശ്രദ്ധിക്കണം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. മതി. ഈ ഗ്രൂപ്പ് ഇവരെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയും ഇവരാരാ? നീതിമാന്മാർ. അവർ വിളിക്കുന്നത് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. ഇവർ ദൈവസന്നിധി വന്നാൽ കർത്താവേ 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 എന്ന് പറഞ്ഞാൽ വിളിച്ചോണ്ടിരിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ ഇടപെടാതെ സ്തോത്രം പറയുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നല്ല കാര്യം, വേണ്ടതല്ല, ഇതൊക്കെ ആവശ്യമാണ്. ഇങ്ങനെ ചെയ്യുന്നവരെ കുറിച്ച് നമുക്കറിയാതെ തോന്നും, അയ്യോ എന്തൊരു ഭക്തരാണ്. അവർക്ക് ഒരു തോന്നൽ, ഇന്നാരും ഇന്നാരും പ്രാർത്ഥിക്കാത്തപ്പോ സ്തോത്രം പറയാത്തപ്പോ ഞാൻ സ്തോത്രം പറയുന്നെങ്കിൽ ഞാൻ ആരാ? നീതിമാന ഭക്തനാണ്. ഇവർ കർത്താവിന്റെ അടുത്ത് ചെന്നപ്പോൾ കർത്താവ് ആ പുസ്തകം എടുത്തു പറഞ്ഞു, നിങ്ങളെ എനിക്ക് അറിയത്തില്ല, എവിടെ നിന്ന്? അവര് മറുപടി കൊടുക്കുക, ആവശ്യം കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഇവർ പറയുന്ന വാചകം കേട്ടോ. കർത്താവിന്റെ അടുത്ത് കർത്താവെ അറിയത്തില്ലേ? കർത്താവ് പറഞ്ഞു എനിക്കറിയത്തില്ല, നിങ്ങൾ എവിടെ വരിക? ഇംഗ്ലീഷിലൂടെ വാക്യം വായിക്കാമോ? വേഴ്സ് 20 ആണെന്ന് തോന്നുന്നു. 22. Verse 22. Not everyone who says to me, Lord, Lord, shall enter the kingdom of heaven, but he who does the will of my Father in heaven. Many will say to me in that day, Lord, Lord, have we not prophesied in your name, cast out our devils in your name, and done many wonders in your name? And then I will declare to them, I will never knew you. Depart from me. കർത്താവ് പറയാണ്, ഞാൻ ഒരിക്കലും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇവരുടെ ലിസ്റ്റിൽ എന്നോട് പറയുന്നു ഇവരാരാ? നീതിമാന്മാരാ. ഇനി നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ രണ്ടും കൂടെ ഹയർ ഗ്രേഡാ. പ്രവചന ശുശ്രൂഷയുണ്ട്, ഭൂതത്തെ പുറത്താക്കുന്നുണ്ട്, കർത്താവിന്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇവരാരാ? നീതിമാന്മാരാ. അവര് സ്വയം പറഞ്ഞു, എടാ കണ്ണടച്ചാൽ തലേ കൈവച്ചാൽ എന്റെ വായിലൂടെ ദൈവം ദൂത് തരുന്നുണ്ട്, നിനക്കില്ലാത്ത കൃപ എനിക്കുണ്ട്, നീ എന്റെ അടുക്ക വന്ന് തല മടക്കിയിരിക്കുന്നെങ്കിൽ എനിക്ക് കൃപയുണ്ട്. ഞാനാരാ? നീതിമാനാ. ഭൂതത്തെ കാണുമ്പോൾ നീ ഇറങ്ങി ഓടും, പക്ഷെ ഭൂതം എന്റെ മുമ്പിൽ ഇറങ്ങി ഓടും. ഞാനാരാ? നീതിമാനാ. ഞാൻ അത്ഭുത പ്രവൃത്തി ചെയ്യുന്നു. ഞാനാരാ? നീതിമാനാ.
ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ചില കൃപാവരങ്ങൾ ശുശ്രൂഷകളൊക്കെ ഒരു പക്ഷേ കർത്താവ് വന്നേക്കാം. ഈ മനുഷ്യർ പറയുന്നത് ഞങ്ങൾ നീതിമാന്മാരല്ലെങ്കിൽ പിന്നെ ആരാ നീതിമാന്മാർ? കർത്താവിന്റെ ആ വാക്ക് ശ്രദ്ധിച്ചോണം. 23-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചല്ലോ. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ എനിക്ക് അറിയത്തേയില്ല. അബദ്ധം പറ്റരുത്. ഞാൻ നീതിമാനെന്ന് സ്വയം ചിന്തിച്ച് എന്തൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുക്കൽ ചെന്നേച്ച് അവകാശവാദം ഉന്നയിച്ച കർത്താവ് പറയും, എനിക്ക് അറിയത്തുപോലുമില്ല. അവര് പറയുമായിരിക്കും, ഞാൻ ഇന്ന സഭയുടെ മെമ്പറാ, ഞാൻ ഇന്നാരാ, ഞാൻ ഇന്നത് ഒത്തിരി നീണ്ട ലിസ്റ്റ് പറയാനുണ്ട്. കർത്താവ് പറയുന്നു, ഇല്ലില്ല, നിന്നെ എനിക്കറിയത്തില്ല. വീണ്ടും പറഞ്ഞോട്ടെ, ഒരു നീതിമാനാകുന്നത് ഞാൻ ചെയ്ത പ്രവൃത്തി നിമിത്തമല്ല, ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് ഏറ്റുപറഞ്ഞ് എന്റെ കുറവുകളെ, പാപങ്ങളെ ദൈവത്തോട് നിരത്തി വെച്ച് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം നീതീകരിക്കുന്നവനാ നീതിമാൻ. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു അതോട് തീർന്നു. ഇല്ല, രക്ഷിക്കപ്പെട്ടു, അന്ന് എന്റെ പാപം ഏറ്റുപറഞ്ഞ് പാപ വഴിയിൽ നിന്ന് ഞാൻ ദൈവഭാഗത്തേക്ക് വന്നു. അനുദിന ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. എന്റെ ഓരോ ദിവസവും ഞാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടത്തുള്ളൂ. നിത്യതയിൽ എത്തിച്ചേരണമെങ്കിൽ ഇന്ന് എന്റെ ജീവിതത്തിന്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണം കർത്താവേ എന്ന ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ തയ്യാറാകുന്നവരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, അവർ നീതീകരിക്കപ്പെട്ടവരായി മടങ്ങിപ്പോയി. ഈ ദിവസം നമുക്ക് ദൈവത്തിൽ പറയാം, കർത്താവേ ഞാൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ല, ദൈവമുമ്പാകെയുള്ള എന്റെ സമർപ്പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം എന്നെ നീതിമാനായി കാണുന്നതെങ്കിൽ നമുക്ക് ദൈവത്തിൽ പറയാം, കർത്താവേ അങ്ങനെ ഒരു നീതിമാനാകാൻ എന്നെ സഹായിക്കണം. നമുക്കല്ലോ ദൈവത്തിന്റെ മുമ്പിൽ നീണ്ട ലിസ്റ്റ് പറയുന്ന ആൾക്കാർ, ആ രണ്ടു കൂട്ടരെ നമ്മൾ കണ്ടു. ഇനി ഒരു ഭാഗം കൂടെ വായിച്ചാൽ ആ ഭാഗത്ത് മുന്നോട്ട് പോകാം. മത്തായി സുവിശേഷം തന്നെ എടുത്താല് ദൈവസന്നിധിയിൽ മറ്റു 6-ാം അധ്യായമുണ്ട്. 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചു. അവിടെ 2-ാം വാക്യത്തിൽ യേശു കർത്താവ് ഈ നീതിപ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെ നോക്കിക്കൊണ്ട്, നീതിമാന്മാരെന്ന ലോകം വിധി എഴുതുന്ന അഥവാ സർട്ടിഫൈ ചെയ്ത ആൾക്കാരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, നീ ഭിക്ഷ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നീ ദാനധർമ്മം ചെയ്യുമ്പോൾ, ഭിക്ഷ എന്ന് ഉദ്ദേശിച്ച ദാനധർമ്മം, ആരെയും സഹായിച്ചാൽ നീ അതിന് പബ്ലിസിറ്റി കൊടുക്കരുത്. ഇനി 5-ാം വാക്യം വായിച്ച് 3 കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. ഇനിയും അതിന്റെ 16-ാം വാക്യം കൂടെ വായിച്ചു. മതി. ഈ 3 കാര്യവും ആവശ്യമല്ലേ? ദാനധർമ്മം ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്, ഉപവാസം ആവശ്യമാണ്. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ അറിയാതൊരു ചിന്ത നമുക്കുണ്ടാകും, നമ്മളാരാണ്? ദൈവമാരും മറ്റാരും ചെയ്യാത്ത ഒത്തിരി നന്മപ്രവൃത്തി ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല, അപ്പം ഞാനാരാ? ഞാൻ നീതിമാനാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെയൊക്കെ ചില ഭാഷകളുണ്ട്, രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഉണർന്നിരുന്ന നല്ല കാര്യം, വേണ്ടാന്നൊന്നുമല്ല പറയുന്നത്, ഇതൊക്കെ ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പോ ഞാനാരാ? നീതിമാനാണ്. ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഞാനാരാ? നീതിമാനാണ്. കർത്താവ് ആ ഭാഗത്ത് പറയുന്ന ഒരു ചിന്ത വേഗത്തിൽ പറഞ്ഞ് ഞാൻ ആ ഭാഗത്ത് മുന്നോട്ട് പോകാം. കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ നല്ല കാര്യമാണ് ചെയ്തത്, നീ ഉപവസിച്ചത് നല്ലതാ, പ്രാർത്ഥിച്ചത് നല്ലതാ, ദാനധർമ്മം നടത്തിയത് നല്ലതാ, പക്ഷെ നിന്റെ ഉദ്ദേശമുണ്ടായിരുന്നു. ഒരു ചിന്തകൻ അതേക്കുറിച്ച് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്രകാരം ഓർക്കുന്നു, നമ്മൾ എന്തു ചെയ്തു എന്നതല്ല ദൈവം നോക്കുന്നത്, എന്തിന് ചെയ്തു എന്നതാണ് ദൈവം നോക്കുന്നത്. നമ്മൾ എന്തു ചെയ്തു എന്ന് മനുഷ്യൻ നോക്കുന്നു, പക്ഷെ ദൈവം നോക്കുന്നത് എൻ്റെ ഇന്റൻഷൻ, എൻ്റെ ഉദ്ദേശമാണ് ദൈവം നോക്കുന്നത്. ഞാൻ ദാനധർമ്മം ചെയ്തത് എന്തിനാണ്? പേരിനാണെങ്കിൽ, എൻ്റെ പേര് 4 പേര് അറിയാനാണെങ്കിൽ
ഞാൻ നീതിമാനല്ല. ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ളത് ഒരു പബ്ലിസിറ്റിക്കാണെങ്കിൽ എന്റെ പ്രാർത്ഥന മൂലം ഞാൻ നീതിമാനാകുന്നില്ല. ഞാൻ ഉപവസിക്കുന്നു, അത് 4 പേരോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് ഉപവസിക്കുന്നതെങ്കിൽ എന്റെ ഉപവാസം കൊണ്ട് ഞാൻ നീതിമാനാകുന്നില്ല. യേശു കർത്താവോട് പറയുന്നൊരു വാക്കൂടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോണം. യേശു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ ഭിക്ഷ കൊടുത്തു, നിങ്ങൾ ദാനധർമ്മം ചെയ്തു, നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ ഉപവസിച്ചു. വായിച്ചോളൂ, 2-ാം വാക്യം തന്നെ വായിച്ചോ. മതി. അങ്ങനെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്റെ ഉദ്ദേശം ശരിയല്ലെങ്കിൽ ഞാൻ ആരാണ്? കപടഭക്തനാണ്. എന്റെ ചിന്തയിൽ ഞാൻ ആരാണ്? ഞാൻ നീതിമാനാണ്. പക്ഷെ ദൈവം പറയുന്നു, നീ കപടഭക്തനാണ്. മാത്രമല്ല അവരോട് പറയാണ്, അവർക്ക് കർത്താവ് പറയാണ്, അവർക്ക് പ്രതിഫലം കിട്ടി. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ഫുൾ റിവാർഡ് എന്നാണ് അവർക്ക്. Therefore, when you do charitable deed, do not sound a trumpet before you as the hypocrites do in synagogues and in the streets, that they may have glory from men. Assuredly, I say to you, they have their reward. അവർക്ക് ചില ട്രാൻസ്ലേഷൻ കൊടുക്കുന്ന മുഴുവൻ പ്രതിഫലം കിട്ടിപ്പോയത്. അതേക്കുറിച്ച് കർത്താസം പറഞ്ഞൊരു വാക്ക് ഞാൻ എന്റെ ഓർമ്മയിൽ വരുന്നു. മലയാളത്തിൽ കിട്ടിപ്പോയി എന്ന വാക്ക്, അതിനെ പിടിച്ചെഴുതിയാൽ എങ്ങനെ വരും? കിട്ടി അധികം പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രതിഫലം കിട്ടി പോയി, കിട്ടിപ്പോയി. 4 പേരുടെ മുമ്പിൽ ഞാൻ അറിഞ്ഞു, ഓ ഭയങ്കര ദാനധർമ്മിയാണ്, ഇവിടെ കിട്ടി, മേളിൽ പോയി. ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്, ഇവിടെ കിട്ടി, മേളിൽ പോയി. ഭയങ്കര ഉപവാസക്കാരനാണ്, ഇവിടെ കിട്ടി. ഞാൻ ചോദിച്ചോട്ടെ, എവിടുത്തെയാ നിശ്ചയത്തത്? ഇവിടുത്തെ എത്ര കിട്ടിയാലും ഇന്ന് ഞാൻ നല്ലവനെന്ന് പറയുന്നവൻ നാളെ പറയും, ഓ അതൊക്കെ ഞങ്ങളുടെ തോന്നലായിരുന്നു, അന്ന് അങ്ങനെ ആയിരുന്നു. മനുഷ്യൻ ഇത്രയേ ഉള്ളൂ, അത് വിശ്വാസം. ഇന്ന് നമ്മളെ നല്ലവരെന്ന് വാഴ്ത്തുന്നവർ, നമുക്കറിയാമല്ലോ, യേശു കർത്താവ് ഹോശാന ഞായറാഴ്ച ആലയത്തിലേക്ക് പോയപ്പോ കുരുത്തോലയും പിടിച്ചോണ്ട് വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ച് മരത്തിന്റെ ചില്ലകൾ വെട്ടി യേശുവിനെ എതിരേറ്റ ജനം ആ പിറ്റേ ആഴ്ച ക്രൂശിക്കാൻ പറഞ്ഞു. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി, മനുഷ്യനിൽ ഇതേ ഉള്ളൂ. ഇന്ന് ഹോശാന പാടുന്നവൻ നാളെ കല്ലെടുത്തെന്നിരിക്കും. ഇവിടെ കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ, നിത്യതയിൽ കിട്ടുന്നതാ വലുത്. നമ്മൾ നീതിമാന്മാരെന്ന് നമ്മൾ ധരിച്ചാൽ ഇവിടെ ചിലതൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാനൊരു ദാനധർമ്മിയെന്നോ പ്രാർത്ഥനക്കാരനെന്നോ ഉപവാസക്കാരനെന്നോ ഒക്കെയുള്ള പേര് എനിക്ക് കിട്ടിയെന്ന് വന്നേക്കാം. പക്ഷെങ്കിൽ നിത്യതയിൽ എനിക്ക് കിട്ടാനുള്ളത് പോകും. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം തിരുനാമമഹത്വത്തിന് വേണ്ടിയാണ്. വായിച്ചോളൂ, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. രഹസ്യത്തിൽ കാണുന്നതിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. കിങ് ജെയിംസ് വേർഷൻ അത് കൊടുത്തിരിക്കുന്ന അല്പം കൂടെ വ്യത്യസ്തമായ ഒരു ആശയം കൊടുത്തിട്ടുണ്ട്. രഹസ്യത്തിൽ കാണുന്നതിന്റെ പിതാവ് പരസ്യമായി നിനക്ക് പ്രതിഫലം തരും. ഞാൻ ചെയ്യുന്നതൊക്കെ എങ്ങനെ ആയിരിക്കണം? രഹസ്യത്തിലായിരിക്കണം. ഇതാണ് നീതിമാന്റെ ലക്ഷ്യം. ഞാൻ നീതിമാനെന്ന് ഉറച്ച് എന്റെ നീതിപ്രവൃത്തികളെ വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ദൈവം പറയുന്നു, നീ നീതിമാനല്ല, നീ കപടഭക്തനാണ്. നിനക്ക് പ്രതിഫലം ഇവിടെ കിട്ടി, നിത്യതയിൽ എന്റെ പ്രതിഫലം പോയി. ഈ പകൽ ദൈവമക്കളെ, നമുക്ക് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവേ, നിലനിൽക്കുന്ന പ്രതിഫലം നീതിമാന് ദൈവം കൊടുക്കുന്നത് നിത്യതയിലാണെങ്കിൽ, കർത്താവേ, എനിക്ക് നിത്യതയിലുള്ള എന്റെ പ്രതിഫലം നഷ്ടമാകാൻ ഇടവരരുത്. ഇവിടുത്തെ പലത് കിട്ടിയില്ലേലും വേണ്ടുകയില്ല, ഇവിടെ പേര് വന്നില്ലേലും വേണ്ടുകയില്ല, എനിക്ക് നിത്യതയിൽ കിട്ടാനുള്ളത് നഷ്ടമായി പോകാൻ ഇടവരരുത്. നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതാന്ത്യത്തിൽ പറയുന്ന സാക്ഷ്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം കൊടുത്ത് വായിച്ചു. നമുക്കറിയാവുന്ന വചനമാണെങ്കിലും ഒന്ന് വായിച്ചു കേൾക്കാം.
2 തിമോഥെയോസ് 4 ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. ആ മതി. ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. പൗലോസപ്പോസ്തലൻ തന്റെ ജീവിതാന്ത്യത്തിൽ നമുക്കറിയാം, തന്റെ മരണ ദിവസം അടുത്തിരിക്കും. തൊട്ടും അടുത്ത വാക്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കും. തന്റെ ആ ദിവസം എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ താൻ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അടുത്ത നീതിയുടെ കിരീടം. മതി. അങ്ങനെയെങ്കിൽ ആരാ നീതിമാൻ? വിശ്വസ്തയോട് ദൈവം ഏൽപ്പിച്ച വിശ്വാസം കാത്തു, ഓട്ടം തികച്ച് നല്ല പോർ പൊരുതി, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഭക്തനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, അവർക്ക് ലഭിക്കുന്ന നീതിയുടെ കിരീടം. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് നീതിയോടെ ജീവിച്ചവന് കൊടുക്കും. പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാക്യത്തിൽ അത് എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും നീതിയോട് ജീവിക്കുന്ന, നീതിമാനായി ജീവിക്കുന്നവർക്ക് നീതിമാനായ ദൈവം കൊടുക്കുന്നതാണ് നീതിയുടെ കിരീടം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഒരു നീതിമാനായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിച്ചോട്ടെ, ഞാൻ ചെയ്യുന്ന നീതി പ്രവൃത്തി അല്ല എന്നെ നീതിമാനാക്കുന്നത്. നീതി പ്രവൃത്തി ചെയ്യുമ്പോൾ എനിക്കറിയാതെ ഒരു ചിന്ത ഞാൻ നീതിമാനെന്ന് അല്ല, ഞാൻ നീതിമാനല്ല. ദൈവം മുമ്പാകെ എന്റെ കുറ്റം ഏറ്റു പറയുമ്പോഴാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത്, ഞാൻ നീതിമാനാകുന്നത്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെയുള്ള നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിച്ച് അവസാനിപ്പിക്കും. കർത്താവ് പറയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം കർത്താവിന്റെ പക്കൽ. ഇന്ന് പകൽ എന്റെ വാക്കിവിടെ അവസാനിപ്പിക്കും മുമ്പ് ദൈവമക്കളിൽ ചോദിച്ചോട്ടെ, നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ധൈര്യത്തോടെ പറയാൻ കഴിയണം, ഞാനൊരു നീതിമാനാണ്, നീതിയോട് ജീവിക്കുന്ന വ്യക്തിയാണ്. എങ്ങനെ എനിക്ക് പറയാൻ കഴിയും? ഞാൻ ചെയ്ത നീതി പ്രവർത്തികളെ നിരത്തി വെച്ചുകൊണ്ടല്ല ദൈവം മുമ്പാകെ എന്റെ വാദമുഖങ്ങൾ ഞാൻ സമർപ്പിക്കേണ്ടത്. പകരം ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നവനാണ് നീതിമാനാകുന്നത്. കൃപ, ദൈവകൃപ. യെസ്, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ നടക്കാം. ദൈവകരങ്ങൾ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? നീതിമാന്മാർ എന്ന് സ്വയം ധരിച്ച് ഉറച്ച്, ഞാൻ നീതിമാനല്ലെങ്കിൽ പിന്നെ ആര് നീതിമാനെന്ന് പറഞ്ഞു ദൈവസന്നിധിയിൽ വന്ന് പരസ്യമായി പ്രാർത്ഥിച്ച പരീക്ഷനെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, അവൻ നീതിമാനല്ല, അവൻ ചെയ്തത് എന്തൊക്കെയോ മറ്റുള്ളവർ കേൾക്കാൻ, അറിയാൻ, വിളിച്ചു പറഞ്ഞിട്ട് പോയവനാണ്. എന്നാൽ ദൈവമുമ്പാകെ തന്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമയാചിച്ച് പോയവനാണ് നീതിമാൻ. ദൈവമക്കളെ, ഇന്ന് പകൽ നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ ഭൂമിയിൽ പാർക്കുന്ന ചെറിയ കാലയളവിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വന്നു കൂടാവുന്ന പാകപ്പിഴകൾ, പാളിച്ചകൾ, പാപത്തിന്റെ മാലിന്യങ്ങൾ, കർത്താവേ, ഈ ലോകത്തിന്റെ ആ സമ്മർദ്ദ നിമിത്തം വന്നു കൂടാവുന്ന എന്തെങ്കിലും ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ ഞാനൊരു നീതിമാനായി മാറുക. ആ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. കൃപ, ദൈവകൃപ. നീതിമാനെന്ന് അഭിനയിച്ചുകൊണ്ട് സ്വയം ചിന്തിച്ചു പോകുന്നവർക്കല്ല പ്രതിഫലം. നമുക്ക് ദൈവത്തിനൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, വിശ്വസ്തയോട് കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരുന്നു കൊണ്ട് നല്ല പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ആ നീതിയുടെ കിരീടത്തിന് വേണ്ടി ഓടുവാനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ. നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ അത് നമുക്ക് തരും. ഇതാ ഞാൻ വേഗം വരുന്നു, അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എന്റെ ദൈവത്തിന്റെ പക്കലുണ്ട്. ദൈവമക്കളെ, നമുക്ക് നീതിമാന്മാരായി ജീവിച്ച് പ്രതിഫലം വാങ്ങിച്ച് നിത്യതയിൽ കർത്താവിനോടൊപ്പം നിത്യകാലം വാഴുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഈ വചനം അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കൊടുക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാം.